ഇനി അടുത്ത ഗോസിപ്പ് വരുന്നത് ജാസ്മിൻ ഗബ്രി നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിൻ ഗബ്രി വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും. ഭയങ്കര ഗോസിപ്പ് ഇവരെ ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര ഗോസിപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഗോസിപ്പ് വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന അവരുടെയായിരുന്നു. തീർച്ചയായിട്ടും അത് വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം വെച്ചിട്ട് നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ, അത് തന്നെയാണ് ഈ സിനിമ. ഈ പാട്ട് നീച്ചാവണം, അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവരെന്ത് ഒരു ചെറിയ റീൽ ഇട്ടാലും മില്യൺസും ഇതൊക്കെയാണ്. അതൊക്കെ കണ്ടോണ്ടാണ് വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി ഐ എം ടെലിംഗ്, അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം. ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു അങ്ങനെ ഫാൻസ് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ശരണി ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോവോ ഇങ്ങനെ പറയുന്നു. പക്ഷെ ഈ പിള്ളേർ ഇവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ്. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലൂർജുൻ ടാഗ് ചെയ്തു, അതിന് ചീത്തറി വേണം. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കില്ല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഓർ 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ് ഇപ്പോൾ. ശ്രീതോ, ഇതിന് മുമ്പ് നിങ്ങളൊരു രണ്ടുപേരും ഒരു കല്യാണ പെണ്ണിച്ചയ്ക്ക് ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരു കൊച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെയും ഇപ്പം കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരിലേക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഭൂമി പിന്നെയും കൊടുക്കില്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല, നാളെയോ ഇല്ല, മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് ഫാൻസിനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനല്ല, അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം. അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ. അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാർ അമ്മമാർ കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തവർക്ക് മേടിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് എനിക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു. സോ ആ വേറെ ഫാൻസിനുള്ള ഗിഫ്റ്റ് ആണോ ഈ ആൽബം? ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ലോ, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇതൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തതും നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണ് ചെയ്യുന്നല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ലൈക് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റാണ്. രണ്ടുപേരും സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരു ലൈഫിൽ എൻജോയ് ചെയ്തു. ഈ ആൽബത്തിൽ എല്ലാരും ഉണ്ടോ? ബിഗ് ബോസിൽ എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്,
ഇല്ല ജിൻഡോ ഇല്ല. ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. അവര് വേറെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കാണാം. വേറെ ആൽബമാണോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല, നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്റെ കണ്ണടയ്ക്കുമ്പോ ഗബ്രി ജാസ്മിൻ കാണുന്നു, അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടാവും. അർജുൻ ശ്രീതുവിൽ കണ്ട ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും, ഇഷ്ടപ്പെട്ടൊരു കാര്യം? അവളായിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാ പറഞ്ഞ അവളായിരിക്കുന്നു തിരിച്ച് ശ്രീതുവിനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ തോട്ട് പറയുമ്പോൾ ശ്രീതുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല, ബിക്കോസ് എന്റെ ഫീൽഡ് ഇതാ നടിക്കുന്നതാണല്ലോ, സോ ഒരിക്കലുമില്ല. അല്ല, അർജുന്റെ കൂടെയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചു സംസാരിച്ചിരുന്നോ? അർജുനോട് സംസാരിച്ചു. നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാം? ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിക്കും. ഈ ത്രോട്ട് പറഞ്ഞ സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു. അർജുനോട് ഇത് ഇഷ്ടപ്പെട്ടാൽ സംസാരിച്ചു. ഞങ്ങളുടെ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തല്ലോ. ഇപ്പൊ ശ്രീതുനെ കോള് വിളിച്ച് വെച്ച ഉടനെ അർജുന് കോള് പോകുന്നത് മനസ്സിലാവും. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്കും, ഞാൻ ക്യാബ് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് സത്യം. സോ ആദ്യം ശ്രീതുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു, ശ്രീതു കംഫർട്ട് ആണോ? ഷീറ്റോൾ ചേച്ചി ഇത് പ്രൊഫഷൻ ആണോ? ഐ എം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു, അർജുൻ ഹാപ്പിയാണ് വിത്ത് ദിസ് വർക്ക്? He told I am okay, deal. And അവിടെ വന്നിട്ട് they are പക്ക professional, they are good buddies also, they are like my bro and sis. So എനിക്ക് അവര് തന്ന ഒരു കംഫർട്ട് അടിപൊളിയായിരുന്നു. I am so happy with that. വിനോദ് ലാസ്റ്റ് പറയുന്നത് അപ്പൊ ഓൾറെഡി ഗോസിപ്പുകൾ വിറ്റ് മാർക്കറ്റ് ആക്കി പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഗോസിപ്പ് ഏതാണ്? ജാസ്മിൻ ഗബ്രി ഭയങ്കര പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിൻ ഗബ്രി വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും? അതിനവര് സമ്മതിക്കോ? അവർ സമ്മതിച്ചുണ്ടോ? നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. അവര് റീച്ച് ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുന്നത്. അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റേഴ്സ്, ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ? ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണും, ലൈക്ക് ചെയ്യും. സോ എല്ലാ മിക്സും വേണം, ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. ഇതൊരു സ്റ്റാർട്ടിംഗ് ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് ഞങ്ങൾ വിചാരിച്ച കാലം നല്ല അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമിലെ തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു, എന്താ കാര്യം? അപ്പൊ അവർക്ക് ആക്ടിങ് അറിയില്ല. ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെ കാര്യമല്ല. ഞാൻ എക്സാമ്പിൾ നോക്കുക, റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല. യെസ്.